നൈമിഷാരണ്യത്തിൽ മഹായാഗം നടക്കുന്ന കാലം. കുലപതിയായ ശൗനകൻ ആരംഭിച്ച ആ യജ്ഞത്തിൽ മഹർഷിമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ഉഗ്രശ്രവസ്സെന്ന ഒരു സൂതൻ അവിടെ എത്തി. സത്കഥ കേൾക്കുവാൻ മഹർഷിമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. മുനീശ്വരനായ വേദവ്യാസൻ തൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്ന വേദരഹസ്യങ്ങളെല്ലാം പകർത്തുവാൻ ഈ ലോകത്ത് ആരുള്ളൂ എന്ന് ആലോചിച്ചിരിപ്പായി. ആ സമയത്ത് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ വിഘ്നേശ്വരനായ ഗണപതിയാണ് ഈ കാവ്യം എഴുതാൻ പറ്റിയ ഒരേ ഒരാൾ എന്ന് ബ്രഹ്മാവ് വ്യാസമഹർഷിയെ അറിയിച്ചു. വേദവ്യാസൻ്റെ പ്രാർത്ഥനപ്രകാരം ഗണപതി ഭഗവാൻ ഭാരതം എന്ന മഹാകാവ്യം എഴുതുവാൻ സമ്മതമറിയിച്ചു. ഗണപതി ഭഗവാൻ ഒരു വ്യവസ്ഥ വെച്ചു. ഇടയ്ക്ക് എഴുത്താണി നിർത്താൻ ഇടവരാതെ തുടർച്ചയായി എഴുതണം. വേദവ്യാസൻ സമ്മതിച്ചു. വേദവ്യാസനും ഒരു വ്യവസ്ഥ വെച്ചു. ഒരു ശ്ലോകത്തിൻ്റെ പോലും അർത്ഥമറിയാതെ എഴുതരുത്. ഗണപതി ഭഗവാനും തൻ്റെ സമ്മതമറിയിച്ചു. അങ്ങനെ ആ മഹാകാവ്യരചന ആരംഭിച്ചു. 18 പർവ്വങ്ങളിലായി സമുദ്രം പോലെ അഗാധമായി അനന്തമായി കിടക്കുന്ന ഈ കാവ്യത്തേക്കാൾ മഹത്തായി മറ്റൊന്നുമില്ല. ഇതിലില്ലാത്തൊരു കഥ പോലും ലോകത്തില്ല. നൈമിഷാരണ്യം ഉത്തർപ്രദേശിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്.